മരണത്തെ മുഖാമുഖം കണ്ട് ആക്രമികളുടെ മർദ്ദനം ഏറ്റുവാങ്ങുമ്പോൾ ആ ചെറുപ്പക്കാരൻ അവസാനമായി പറഞ്ഞ വാക്ക് ഞാൻ ഒരു ഇന്ത്യക്കാരനാണ് എന്നാണ്. ഞാൻ ഒരു ഇന്ത്യക്കാരനാണ്, ഐ ആം എൻ ഇന്ത്യൻ എന്നായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ അവസാനത്തെ മൊഴി. ത്രിപുര സ്വദേശിയായ 24 വയസ്സുകാരൻ ഏഞ്ചൽ ചെക്മ ഉത്തരാഖണ്ഡിലെ ദെറാദൂണിൽ ഗുണ്ടകളുടെ, വർഗീയവാദികളുടെ, വംശീയവാദികളുടെ ആക്രമണം ഏറ്റുവാങ്ങുമ്പോൾ തൻ്റെ ജീവന് വേണ്ടി കേണപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ചൈനക്കാരനല്ല, ഞാൻ ഇന്ത്യക്കാരനാണ്. എന്നിട്ടും അയാളെ വെറുതെ വിട്ടില്ല. തൻ്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ ഉത്തരാഖണ്ഡിലെത്തിയ ആ വിദ്യാർത്ഥി മടങ്ങിപ്പോകുന്നത് ശവമഞ്ചത്തിലാണ്. ഇന്ത്യയെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ ഇന്ത്യയുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ സേവനമനുഷ്ഠിച്ച പിതാവിൻ്റെ മകനാണ് ഇന്ത്യക്കാരനല്ലെന്ന സംശയത്തിൻ്റെ പേരിൽ ദേശീയവാദി ഗുണ്ടകളുടെ ആക്രമണമേറ്റ് ജീവൻ വെടിയേണ്ടി വരുന്നത്. നമ്മുടെ ഇന്ത്യ 2026 എങ്ങോട്ട് പോകുന്നു എന്നതിൻ്റെ സൂചകമാണ് ഡിസംബറിൽ നടന്ന ഈ ആക്രമണം. ഇത് കേവലമായ ഒറ്റപ്പെട്ട ഐസൊലേറ്റഡ് ആക്രമണമല്ല. നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന വിദ്വേഷത്തിൻ്റെയും അപരവൽക്കരണത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഇരയാണ് പാവപ്പെട്ട ഈ ചെറുപ്പക്കാരൻ. നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന മുഴുവൻ ആളുകളും വംശീയവും വർഗീയവും ദേശീയവുമായ വിദ്വേഷത്തിൻ്റെ ഇരകളായി മാറുകയാണ്. നമ്മുടെ രാജ്യം സങ്കുചിതമായി മാറിക്കൊണ്ടിരിക്കുന്നു. കൗ ബെൽറ്റിൽ ജീവിക്കുന്ന വർഗീയവാദികളായ ചിലർ വിചാരിക്കുന്നു ഞങ്ങൾ മാത്രമാണ് ഇന്ത്യക്കാർ. ബംഗാളി ഭാഷ സംസാരിക്കുന്ന വെസ്റ്റ് ബംഗാളിലെ ആളുകൾ അവർക്ക് ബംഗ്ലാദേശികളാണ്. വെസ്റ്റ് ബംഗാളിലുള്ള മുഴുവൻ ആളുകളെയും അവർ വിളിക്കുന്നത് ബംഗ്ലാദേശി എന്നാണ്. മുസ്ലിങ്ങളെ അവർ എപ്പോഴും വിളിക്കുന്നത് പാകിസ്ഥാനികൾ എന്നാണ്. നോർത്ത് ഈസ്റ്റിലെ മുഴുവൻ ആളുകളെയും അവർ വിളിക്കുന്നത് ചൈനീസ് എന്നാണ്, ചൈനക്കാരെന്നാണ്. വംശീയമായ അധിക്ഷേപം അതിൻ്റെ പാരമ്യതയിലെത്തിയിരിക്കുകയാണ്. ഏഞ്ചൽ ചെക്മയും അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരനും മോബ് ലിഞ്ചിങ്ങിന് വിധേയമായി. തലക്ക് പരിക്കേറ്റ ഇളയ സഹോദരൻ ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ്. ഏഞ്ചൽ ചെക്മയും സഹോദരനും വംശീയമായ അധിക്ഷേപത്തിന് വിധേയരായി. അവരെ ചൈനീസ്, ചിങ്കി, മോമോ തുടങ്ങിയ വംശീയ അധിക്ഷേപങ്ങൾ നടത്തിയാണ് മോബ് കൊന്നുകളഞ്ഞത്. നാഗാലാൻഡിലെ ഒരു യുവതി കൊറോണക്കാലത്ത് വലിയ രീതിയിലുള്ള ആക്രമണത്തിന് ഡൽഹിയിൽ ഇരയാവുകയുണ്ടായി. ചൈനീസ് കൊറോണ എന്ന് വിളിച്ചുകൊണ്ട് അവരെ ആക്രമിച്ചു. വലിയ ഔട്ട്റേജ് ഉണ്ടായതിന് ശേഷമാണ് ഒരു FIR എങ്കിലും ഇടാൻ പോലീസ് തയ്യാറായത്. നാഗാലാൻഡുകാരായ ആളുകൾക്ക് മൈസൂരിൽ കൊറോണക്കാലത്ത് ഗ്രോസറി നിഷേധിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ട്. പൗരത്വം ചോദ്യം ചെയ്തുകൊണ്ട് ആക്രമണം നടക്കുന്നത് രാജ്യവ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശി എന്ന് ആക്ഷേപിച്ചുകൊണ്ട് പാലക്കാട് ഒരാളെ കൊന്നതിനെക്കുറിച്ച് ഒരു എപ്പിസോഡ് മുമ്പ് ചെയ്തിരുന്നു. കഴിഞ്ഞ മാസമായിരുന്നു ആ സംഭവം. ഡൽഹിയിലെ ജാമിയ ഇസ്ലാമിയയും നാഷണൽ വിമൻസ് കമ്മീഷനും സംയുക്തമായി നടത്തിയ ഒരു സർവേയിൽ പറയുന്നത് നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന 81% സ്ത്രീകളും ഡൽഹിയിൽ ഹറാസ്മെൻറ്റിന് വിധേയമാകുന്നു. 42% സ്ത്രീകൾ വെർബൽ അബ്യൂസിന് വിധേയമാകുന്നു. 26% സ്ത്രീകൾ ലൈംഗികാതിക്രമത്തിന് വിധേയമാകുന്നു. 5ൽ 4 കേസുകളിലും കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നില്ല. രാജ്യവ്യാപകമായി ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നത് ഇത് കലക്റ്റീവ് പെർമിഷൻ്റെ ഭാഗമാണ്. ഒരു വലിയ ആനുകൂല്യവും പെർമിഷനും മൗനാനുവാദവും ഇത്തരം ആക്രമണകാരികൾക്ക് കിട്ടുന്നുണ്ട്. ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കുന്ന നിർലോഭമായ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് മോബ് ഇത്രയും വലിയ ആക്രമണകാരികളാകുന്നത്. പലപ്പോഴും ഇത്തരം ആക്രമണങ്ങൾ അവർ തന്നെ വീഡിയോയിൽ പകർത്തുകയും അങ്ങനെ സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനർത്ഥം ഇത് രാഷ്ട്രീയമായ പ്രവർത്തനമാണ്. രാജ്യത്തെ പൗരന്മാരെ ചോദ്യം ചെയ്യാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൻ്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഇത്തരം ആക്രമണങ്ങൾ നിരന്തരം നടക്കുന്നത്. ഭരണകൂടത്തിൻ്റെ പിന്തുണ കിട്ടുമ്പോഴാണ് ആക്രമണകാരികൾ അഴിഞ്ഞാടുക. ഗുജറാത്ത് കലാപകാലത്ത് വംശഹത്യ നടത്താൻ ആ മനുഷ്യരെ പ്രേരിപ്പിച്ചത്
അവർക്കിടയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെട്ട രഹസ്യമായ ഒരു സന്ദേശമായിരുന്നു. ആ സന്ദേശം ഇപ്രകാരമായിരുന്നു: ഏ അന്തർ കാ ബാത്ത് ഹേ, പോലീസ് ഹമാരാ സാത്ത് ഹേ. പോലീസ് നമ്മോടൊപ്പമാണ്, എന്തും ചെയ്യാം. BJP-യുടെ ഭരണം ഇവിടെ നിലനിർത്താൻ വേണ്ടിയാണ് ഗുണ്ടകൾ പാവങ്ങളെ തെരുവിൽ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ ആക്രമണത്തിൻ്റെ പ്രായോജകർ അവരല്ല, അവരുടെ രാഷ്ട്രീയ യജമാനന്മാരാണ്. നിർബന്ധപൂർവം ഒരു FIR ഇടേണ്ട ഘട്ടം വന്നാൽ ലവ് ലെറ്ററിനേക്കാൾ ഏറ്റവും സൗമ്യമായ ഭാഷയിലായിരിക്കും ആ FIR ഉണ്ടാവുക. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നിരന്തരം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ പൗരന്മാർ സംശയദൃഷ്ടിയോടെ കാണേണ്ടവരാണ്, അവർ നുഴഞ്ഞുകയറ്റക്കാരാണ്. ഈ പ്രചരണമാണ് ബംഗാളിൽ നടത്താൻ പോകുന്നത്. ഇത് തന്നെയാണ് ബീഹാറിൽ നടത്തിയത്. ബീഹാറിലെ SIR കഴിഞ്ഞതിന് ശേഷം ഒരൊറ്റ നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തിയെന്ന് ഇലക്ഷൻ കമ്മീഷനോ BJP-യോ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ പറഞ്ഞിട്ടില്ല. എന്നിട്ടും അവർ ഈ പച്ചക്കള്ളം ബംഗാളിൽ പ്രചരിപ്പിക്കാൻ പോവുകയാണ്. വർഗീയതയും വിഭജനവുമാണ് BJP-യുടെ രാഷ്ട്രീയ ഇന്ധനം. ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. വെറുപ്പിൻ്റെ ഒരു സാമ്രാജ്യം കെട്ടിപ്പൊക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും മോബ് ആളുകളെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. കശ്മീരിൽ നിന്ന് വന്ന യുവാക്കൾ പുതപ്പ് വിറ്റ്, വസ്ത്രങ്ങൾ വിറ്റ് ജീവിക്കുമ്പോൾ അവരെയും വെറുതെ വിടുന്നില്ല. ഗുണ്ടകൾ തടഞ്ഞു വെച്ച് അവരെ കൊണ്ട് വന്ദേ മാതരം പാടിക്കുകയാണ്. എന്തൊരു രാജ്യമാണ്! ജയ് ശ്രീറാം വിളിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് നിയമമുണ്ടോ? നിയമവ്യവസ്ഥയുണ്ടോ? കോടതിയുണ്ടോ? നിയമമുണ്ടോ? ഇത് ഒരു ലോ ഓഫ് ദ ലാൻഡ് ആണെന്ന് നമുക്ക് നിശ്ചയദാർഢ്യത്തോടെ പറയാൻ സാധിക്കുമോ? ബഹുസ്വരതയെയും വൈവിധ്യങ്ങളെയും ആഘോഷിച്ച ഇന്ത്യ ഇന്ന് വെറുപ്പിൻ്റെ ഒരു സാമ്രാജ്യമായി മാറിയിരിക്കുകയാണ്. വെറുപ്പിനേക്കാൾ സ്ഥായിയായ ഒരു വികാരമില്ലെന്ന് പഠിപ്പിച്ചത് ഹിറ്റ്ലറാണ്. ഹിറ്റ്ലറിൻ്റെ അനുയായികളാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രചോദനം ഗോഡ്സെയാണ്, ഗാന്ധിജിയല്ല. അവരുടെ ആശയം വെറുപ്പാണ്, സ്നേഹമല്ല. അവരുടെ ഇന്ത്യ അഖണ്ഡ ഭാരതല്ല, അവരുടെ ഇന്ത്യ വിഭജിക്കപ്പെട്ട ഇന്ത്യയാണ്. മതത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, വസ്ത്രത്തിൻ്റെ പേരിൽ, ആഹാരത്തിൻ്റെ പേരിൽ ഇന്ത്യയെ എപ്രകാരം വെട്ടിമുറിക്കാൻ സാധിക്കുമോ അപ്രകാരം വെട്ടിമുറിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കശ്മലന്മാർ, രാജ്യദ്രോഹികൾ. അവർ ഈ രാജ്യത്തിൻ്റെ പൈതൃകത്തെ, നമ്മുടെ സംസ്കാരത്തെ ലോകത്തിൻ്റെ മുമ്പിൽ അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരം വെറുപ്പിൻ്റെ ഉപാസകരെ പിടിച്ചുകെട്ടിയിട്ടില്ലെങ്കിൽ ഇന്ത്യ മരിക്കുമെന്ന കാര്യത്തിൽ ഒരു സന്ദേഹവുമില്ല. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.